Hello and welcome to another session on language and linguistics. In today's class, we shall start roots and affixes. So in the last class, I told you what lexical morphemes and grammatical morphemes are. What are free morphemes and what are bound morphemes? What are these form classes and function classes? All that we had discussed in detail. In this video, we shall look at another important part of this criteria or the classification of morphemes. We shall start roots and affixes. So in today's class, we shall deal with roots and affixes. Morphemes in any language may be classified into roots and affixes. The root or the base constitutes the core or the nucleus of words. ഒരു വാക്കിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റൂട്ട്, അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ബേസാണ്. ഈ റൂട്ടായിരിക്കും which carries the principal semantic load. Now semantic, what is semantic? Meaning. അപ്പം മീനിങ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മീനിങ് ഉള്ള ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ടായിരിക്കും ഈ റൂട്ട് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ആ റൂട്ടിൻ്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്ത് വരുന്ന അഫിക്സസ് അല്ലെങ്കിൽ സ്റ്റെം തൊട്ട് അഫിക്സസ് വരെ ആ മീനിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ആ റൂട്ട് വേർഡിൽ നിന്നുമാണ് പിന്നെ ബിൽഡപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ ഒരു ചെടിയുടെ എക്സാമ്പിൾ ആയിരിക്കും എനിക്ക് ഒന്നും കൂടെ തരാൻ ഒന്നും കൂടെ കറക്റ്റായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ചെടിയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട് അല്ലേ, അതിൽ നിന്നും അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്, അതായത് റൂട്ടിൽ നിന്ന് തുടങ്ങുകയായി സ്റ്റെം അല്ലേ. അല്ലാണ്ട് സ്റ്റെം മുകൾ ഭാഗത്തുള്ളത് മാത്രം സ്റ്റെം അല്ല, റൂട്ടിൽ നിന്നും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ട് ഓഫ് ദ സ്റ്റെം ഇസ് അണ്ടർ ദ ഗ്രൗണ്ട് ഇറ്റ് സെൽഫ്, റൈറ്റ്, ആൻഡ് ഓൺലി ദ അതർ പാർട്ട് ഇസ് സീൻ. So it starts from the root itself. So certain times it is difficult for us to understand or make out when you pull a plant out from the ground. When you pull it out, you will find that the difference between the stem and the root is like വളരെ ചെറിയൊരു difference മാത്രമേ ഉള്ളൂ, right? Of course they are both different, പക്ഷേ they are together. പക്ഷേ as it moves on, when it comes into the ground, സോയിലിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ അത് ബ്രാഞ്ചസ് ആയി മാറുന്നു. ആ സ്റ്റെമ്മിൽ തന്നെ ബ്രാഞ്ചസ് ഫിക്സ് ചെയ്ത് പോകുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് ഒരു വാക്കും. ആൻഡ് അഫിക്സ് ഇസ് ലൈക്ക് എ ബ്രാഞ്ച്. അഫിക്സസ് എപ്പോഴും ബൗണ്ട് മോർഫീംസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അഫിക്സ് അൺ അല്ലെങ്കിൽ പ്രീ, എസ് അല്ലെങ്കിൽ ഇ എസ്, ഇതെല്ലാം ബൗണ്ട് മോർഫീംസ് ആണ്. ദ ഗ്രമ്മറ്റിക്കൽ വേർഡ്സ് ഓർ ബൗണ്ട് മോർഫീംസ്, ആൻഡ് ദേ ആർ അറ്റാച്ച്ഡ് ടു അനദർ മോർഫീം ഓർ എ കോമ്പിനേഷൻ ഓഫ് മോർഫീംസ് ടു ഗിവ് എ മീനിങ്. വെൻ ഓൾ ദ അഫിക്സസ് ആർ റിമൂവ്ഡ്, ഇപ്പോൾ ഈ ചെടിയുടെ ബ്രാഞ്ചസ് എല്ലാം എടുത്ത് മാറ്റി കളയുകയാണെങ്കിൽ, എല്ലാം പറിച്ച് മാറ്റി കളയുകയാണെങ്കിൽ, പൊട്ടിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? വെറും അതിൻ്റെ സ്റ്റെമ്മും അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട്. ആ സ്റ്റെമ്മും എടുത്ത് മാറ്റുകയാണെങ്കിൽ, അഫിക്സസും എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ബ്രാഞ്ചസും എടുത്ത് മാറ്റി ആ സ്റ്റെമ്മും എടുത്ത് മാറ്റി കളയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താ? റൂട്ടാണ്. അത് തന്നെയാണ് നമുക്ക് ഈ വാക്കുകൾ വേർഡിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്ഷിപ്പ്, ഞാൻ ഈ എക്സാമ്പിൾ തരാം. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വാക്കിൽ ഫ്രണ്ടാണ് റൂട്ട് എന്ന് പറയുന്നത്. ഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാഞ്ചാണ്. ഷിപ്പ് ഇസ് ദ അഫിക്സ്. ആൻഡ് അനദർ എക്സാമ്പിൾ വുഡ് ബി അൺകൈൻഡ്ലി. അൺകൈൻഡ്ലി, അതിൽ 3 മോർഫീംസ് ഉണ്ട്. അൺ അഫിക്സ് ആണ്, അതായത് പ്രിഫിക്സ് ആണ്. ഈ അണ്ണും എൽ വൈയും അഫിക്സസ് ആണ്. ഒന്ന് പ്രിഫിക്സും ഒന്ന് സഫിക്സുമാണ്.
അല്ലേ? അൺ എന്ന് പറയുന്ന പ്രിഫിക്സും എൽ വൈ എന്ന് പറയുന്നത് സഫിക്സുമാണ്. അണ്ണും എൽ വൈയും ഒരുമിച്ച് എന്താണ് നമ്മളതിനെ പറയുന്നത്? ബ്രാഞ്ചസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഞാൻ ഈ ചെടിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് മാത്രം. ആ ബ്രാഞ്ചസ് എന്ന് പറയുന്നതാണ് അഫിക്സസ്. അപ്പോൾ അൺകൈൻഡ്ലി എന്ന വാക്കിൽ കൈൻഡ് ഇസ് ദ റൂട്ട് വേർഡ്, അൺ ആൻഡ് എൽ വൈ ആർ ദി അഫിക്സസ്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് എന്നുള്ള വാക്ക്, ടീച്ച് എന്ന് പറയുന്ന റൂട്ടും എർ എന്ന് പറയുന്നതും എസ് എന്ന് പറയുന്നതും, ടീച്ച് എന്നുള്ള വാക്കിൽ നിന്നാണ് ടീച്ചർ ആയിട്ടുള്ളത്, ടീച്ചർ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ടീച്ചർ എന്നത് സിംഗുലറും ടീച്ചേഴ്സ് എന്നുള്ളത് പ്ലൂറലുമാണ്. അപ്പോൾ ടീച്ചേഴ്സ്, ടീച്ച് ഇസ് ദ റൂട്ട്, എർ ആൻഡ് എസ് ആർ ദി അഫിക്സസ്. So in general, affixes are subsidiary to roots, while roots are the center of such constructions as words. It is the root or the base that is modified by different processes of word formation. And they are often longer than affixes and generally much more numerous in vocabulary. So you will find this root word more in vocabulary. Okay. ഇനി അടുത്തത് സ്റ്റെം എന്താണെന്നുള്ളതാണ്. നമ്മളിത് വേറെ വേറെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ ആയിട്ട് റൂട്ടും ആദ്യം പറഞ്ഞു തന്നു. റൂട്ട് എന്ന് പറയുന്നത് ചെടിയുടെ റൂട്ട് മനസ്സിൽ കൊണ്ടുവരിക, അതിൽ നിന്ന് സ്റ്റെം വളരുന്നു. ഞാൻ സ്റ്റെം പറഞ്ഞു തന്നിട്ടില്ല, സ്റ്റെം പറയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് ഈ സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചസ് വളരുന്നു. ബ്രാഞ്ചസാണ്, ഇലകളും ബ്രാഞ്ചസും ഒക്കെ വരുന്നു. ഈ ബ്രാഞ്ചസും ഇലകളും ഒക്കെയാണ് എന്ത്? അഫിക്സസ്. അതിൻ്റെ റൂട്ട് ഇതെല്ലാം എടുത്ത് മാറ്റുകയാണെങ്കിൽ അവസാനം കിട്ടുന്ന എന്താണ്? പിന്നെ അത് ഫർദർ ഡിവിസിബിൾ അല്ല. ഈ റൂട്ട് എന്ന് പറയുന്നത് ഫർദർ ഡിവിസിബിൾ അല്ല. അത് എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ടീച്ചേഴ്സ് എന്നുള്ള എക്സാമ്പിളാണ്. ടീച്ചർ എന്നുള്ള വാക്ക് കിട്ടിയിരിക്കുന്നത് ടീച്ച് എന്നുള്ള റൂട്ടിൽ നിന്നാണ്. എറും എസ്സും വന്നിട്ട് എന്താണ്? അഫിക്സാണ്, ബ്രാഞ്ചസാണ്. അപ്പോൾ ഈ എറും എടുത്ത് മാറ്റി എസ്സും എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാക്ക് എന്താ? ടീച്ചാണ്. പക്ഷേ ഈ ടീച്ചിനെ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് റൂട്ട് വേർഡ്. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അടുത്തത് സ്റ്റെമ്മാണ്. The form to which an affix is attached is a stem. ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ആവണമെങ്കിൽ അത് റൂട്ടിലല്ലല്ലോ ബ്രാഞ്ച് അറ്റാച്ച്ഡ് ആവുന്നത്, സ്റ്റെമ്മിലാണ് ബ്രാഞ്ച് അറ്റാച്ച്ഡ് ആവുന്നത്. Thus, in the word friendship, friend is the stem and ship is the affix. In the word unkind, kind is the stem, un is the affix. You must be wondering, so what about the root? അഗെയിൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്, ഈ റൂട്ടും അടിയിൽ, സോയിലിൻ്റെ അടിയിൽ ഈ റൂട്ടും സ്റ്റെമ്മും ഉണ്ട്. ആ റൂട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്റ്റെം ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ദ സ്റ്റെം ആൻഡ് ദ റൂട്ട് ആർ ദ സെയിം. ഇൻ വേർഡ്സ്, ലാംഗ്വേജിൽ വരുമ്പോൾ, ലിംഗ്വിസ്റ്റിക്സിൽ വരുമ്പോഴത്തേക്കും ചില, ഓഫ് കോഴ്സ് ദർ ആർ ഇൻ സർട്ടൻ അതർ ലാംഗ്വേജസ് വെയർ ദ റൂട്ട് ആൻഡ് ദ സ്റ്റെം is divisible or is different, but in English most of the root and the stem are the same. Okay, quite often a stem consists of more than a single morpheme. The stem may consist of another stem and an affix. This stem may consist of yet another stem and an affix, and so on. So in the word friendships, singular, plural, ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്ന വാക്കിൽ ഫ്രണ്ട്ഷിപ്പ് സ്റ്റെമ്മാണ്, അഫിക്സ് എസ് ആണ്. നൗ ദ സ്റ്റെം ഇൻ ഫ്രണ്ട്ഷിപ്പ്, ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ എടുക്കാം. ദ സ്റ്റെം ഇൻ ഫ്രണ്ട്ഷിപ്പ് കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റെം ഫ്രണ്ട് ആൻഡ് അഫിക്സ് ഷിപ്പ്. ദ സ്റ്റെം ഫ്രണ്ട്, however, cannot be further divided into morphemes. Such a stem is not divisible and thus it is the root or the base. Therefore, in friendship, friend is the stem as well as the root. In words, friendships, friendship is the stem, affix s. Friendship below, friend is the stem, ship is the affix. And friend എന്നുള്ള വാക്കിൽ സ്റ്റെമ്മും റൂട്ടും ഫ്രണ്ട് തന്നെ. ഓക്കെ,
Therefore, in friendship, friend is the stem as well as the root. Okay. In words with single affix ulla allengi single affix ulladil, the stem will also be the root and the base. Appo in words with single affix, the stem will be the root or the base. Example, friendship ennulla single affix aanu avada ullathu, ship maatramana adinte affix varunathu. Appo friend ennu parayunna rootumai base stemumai. Okay. Aduthathu, you have, on the basis of the structure, stem can be further classified into simple stems and derived stems. ഇതിൽ വേറെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സ്റ്റെം എന്ന് പറയുന്നത് ഒരു സിംഗിൾ മോർഫീമായിരിക്കും, ഒറ്റ സിംഗിൾ മോർഫീമാണ് എന്ത് സിമ്പിൾ സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ മോർഫീം, ഒറ്റ മോർഫീമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ബോയ്, ഗേൾ, ഗോ, വെൻറ്റ്, സീ എന്നൊക്കെ പറയുന്നതിൽ സിംഗിൾ മോർഫീമാണ്, ഒരെണ്ണേ ഉള്ളൂ. എന്നാൽ derived morphemes on the other hand are more than one morpheme. For example, boyish, girlish, singer, sings, boys. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മോർഫീം, ഒന്നിലധികം മോർഫീമുണ്ട്. ബോയിഷിൽ ഇഷ്, ബോയും ഇഷ്. ഗേളിഷിൽ ഗേളും ഇഷും. സിംഗർ, സിങ്ങും എറും അല്ലേ. So you have an affix attached to this morpheme. Such information about morpheme structure of words or their morphological analysis can be represented in a tree diagram. I'll show you the tree diagram. You can just have a look at this tree diagram. Look at this diagram. Unknowingly. Unknowingly. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, സിമ്പിൾ സ്റ്റെമ്മും ഡിറൈവ്ഡ് സ്റ്റെം. ഇപ്പോൾ സിമ്പിൾ സ്റ്റെം എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ മോർഫീമാണ് സിമ്പിൾ സ്റ്റെം, അതിനകത്ത് ഒറ്റ സ്റ്റെമ്മേ ഉണ്ടാവുള്ളൂ, ഒറ്റ മോർഫീമേ ഉണ്ടാവുള്ളൂ, വളരെ എളുപ്പമാണ്. ഡിറൈവ്ഡ് സ്റ്റെംസ് ഓൺ ദി അതർ ഹാൻഡ് വിൽ ഹാവ് എൻ എഫിക്സ് or attached to it. It is having more than, definitely it will have more than one morpheme. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതിനെ നമുക്കൊന്ന് ഒരു ഡയഗ്രാം ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അൺനോയിങ്ലി എന്നുള്ള വാക്ക്, ഈ അൺനോയിങ്ലി എന്നുള്ള വാക്കിൽ എന്തൊക്കെയാണ് അഫിക്സ്, എന്തൊക്കെയാണ് സ്റ്റെം നോക്കിക്കേ. അൺ എന്ന് പറയുന്നതും എൽ വൈ എന്ന് പറയുന്നതുമാണ് നമ്മളുടെ അഫിക്സസ് അല്ലേ. അല്ല സോറി, അൺ എന്ന് പറയുന്നതും ഐ എൻ ജി ഉണ്ട്, എൽ വൈ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിനെ മോർഫീംസ് ആക്കാം. 1, 2, 3, 4 മോർഫീംസ് ഉണ്ട്. 4 മോർഫീംസ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ്. എത്ര മോർഫീംസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റില്ല. 1 അൺ, നോ, ഇങ്, എൽ വൈ, 4 മോർഫീംസ് ഉണ്ട്. അപ്പോൾ അതിൽ അൺ ഐ എൻ ജി ഫോമും എൽ വൈയും അഫിക്സസ് ആണ്. അൺ എന്ന് പറയുന്ന പ്രിഫിക്സും ഇങ്ങും എൽ വൈയും സഫിക്സസും ആണ് അല്ലേ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സ്റ്റെമ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് സ്റ്റെമ്മായിട്ട് ഡിവൈഡ് ചെയ്യുക? അൺനോയിങ്ലിക്ക് അൺ എന്ന് പറയുന്ന താഴോട്ട് എഴുതി, അഫിക്സ് ഒന്ന് ഇച്ചിരി താഴോട്ട് ഇത്തിരി ഇത് വരയ്ക്കുമ്പോഴത്തേക്ക് ഒന്ന് താഴോട്ടൊന്ന് വരയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൽ വൈ ഇങ്ങനെ നമുക്ക് ഡയഗ്രത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഈ അൺ എന്ന് പറയുന്ന പ്രിഫിക്സ് ഇച്ചിരി താഴോട്ടാക്കിയിട്ട് വരയ്ക്കുക. ഒന്ന് ഇത്തിരി സ്ട്രെയിറ്റ് ലൈൻ താഴോട്ടാക്കി വരയ്ക്കുക. അതൊന്ന് ബാലൻസ് ചെയ്ത് നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുമാത്രമല്ല ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനും കൂടിയാണ്. അപ്പോൾ ആ വാക്ക് അടിയിൽ വരുമ്പോഴത്തേക്ക് അൺനോയിങ്ലി എന്നുള്ള എഴുതുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ ലൈനിൽ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കയറി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഡയഗ്രാം വിൽ ലൂസ് ഇറ്റ്സ് നീറ്റ്നെസ് ആൻഡ് ക്ലാരിറ്റി. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ആർ ഡ്രോയിങ് ദി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അൺനോയിങ്ലിയിൽ അഫിക്സ് എന്ന് പറയുന്ന സ്റ്റെം എന്താണ്? നോയിങ്ലി ആണ് സ്റ്റെം. ഓക്കെ, ഇനി
വെയിറ്റ്, ഡോണ്ട് വറി. അപ്പോൾ മിസ്സേ ഇവിടെ ഇങ്ങു LY അതും എല്ലാം FX അല്ലേ. അപ്പോൾ അതിനെ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അൺനോയിങ്ലി എന്ന് പറയുന്ന വാക്കിനെയാണ് രണ്ടാക്കി. എന്താണ്, അതിൻ്റെ സ്റ്റെമ്മും കണ്ടുപിടിച്ചു, അതിൻ്റെ എഫിക്സും കണ്ടുപിടിച്ചു. സോ ദ വേർഡ് അൺനോയിങ്ലി, അതിനകത്ത് അതിൻ്റെ എഫിക്സും നോയിങ്ലി സ്റ്റെമ്മുമാണ്. ഇനി അടുത്തത് നോയിങ്ലി എന്നുള്ള വാക്കെടുക്കുക. നോയിങ്ലി എന്നുള്ള വാക്കിനകത്ത് നോയിങ് സ്റ്റെമ്മും LY എഫിക്സും. ഓക്കെ, അടുത്തത് നോയിങ്. നോയിങ്ങിൽ പിന്നെയും എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് അവസാനം ഫർദർ ഡിവിസിബിൾ അല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കണം. അതാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോയിങ്ങിൽ ഏതൊക്കെയാണ് സ്റ്റെമ്മും എഫിക്സും? നോയിങ് സ്റ്റെമ്മും ING എഫിക്സും. ഇനി നോയെ ഇനി നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. INGനെ ഓബിയസ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അഫിക്സസ് ആണ് അല്ലേ. സ്റ്റെം, അതായത് നോ ഇനെ നമുക്കിനി ഫർദർ ഇറ്റ് ഇസ് നോട്ട് ഡിവിസിബിൾ. സോ സ്റ്റെം എന്ന് പറയുന്നത്, നോ എന്ന് പറയുന്നത് സ്റ്റെമ്മും ആണ് റൂട്ടും ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ സംഭവം റൂട്ട് എന്ന് എഴുതിയിട്ടുള്ളത് താഴോട്ട് എഴുതാം. അഫിക്സ് യു ക്യാൻ റൈറ്റ് ഇറ്റ് എനി ഹൗ യു വോണ്ട്. ദിസ് ഇസ് also okay. If you can write it like this, this is better. Otherwise you can write it down. അതായത് നോയിങ് എന്ന് എഴുതി സ്റ്റെം താഴെ എഴുതാം, LY എഴുതി എഫിക്സ് എന്നുള്ളത് താഴെ എഴുതാം. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ സംഭവം അടിയിൽ വരുമ്പോഴത്തേക്ക് ആ വാക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരണം. മനസ്സിലായോ? അപ്പോൾ അൺനോയിങ്ലി, അഗെയിൻ ലെറ്റ് us divide it once more. അൺനോയിങ്ലി എന്ന് പറയുന്ന വാക്കിൽ ഏതൊക്കെയാണ് സ്റ്റെമ്മ്, ഏതൊക്കെയാണ് എഫിക്സ്? സി, ഇതിനകത്ത് ഒബ്വിയസ്ലി 4 മോർഫീംസ് ആണ് ഉള്ളത്. നമുക്കത് മനസ്സിലായി. അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട. പക്ഷെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് സ്റ്റെമ്മിനെയാണ്. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്താണ് നമുക്ക് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ അൺനോയിങ്ലി ഐ ടോൾഡ് യു ഫ്രണ്ട്ഷിപ്സ് എന്നുള്ളത്, ഫ്രണ്ട്ഷിപ്സ് എന്നുള്ളതിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് സ്റ്റെം, എസ് എന്നുള്ളത് എഫിക്സ്. ഇനി ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വാക്കിലോ, ഫ്രണ്ട്ഷിപ്പിൽ ഫ്രണ്ടാണ് സ്റ്റെം, ഷിപ്പ് എഫിക്സ്. ഫ്രണ്ട്, ഇനി അടുത്ത് ഫ്രണ്ടിനെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് അൺനോയിങ്ലി. അൺനോയിങ്ലിയിൽ ആൻഡ് നോയിങ്ലി ആണ് സ്റ്റെം, എഫിക്സും നോയിങ്ലി സ്റ്റെമ്മും. പിന്നെയും അഗെയിൻ ഇനി അടുത്തത് നമുക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടിയപ്പോൾ അണ്ണിനെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ഫർദർ ഡിവിസിബിൾ, ദാറ്റ് ഇസ് ദി എഫിക്സ്. അത് അവിടെ എഴുതി വെച്ചു. നോയിങ്ലി ഈസ് അഗെയിൻ ഫർദർ ഡിവിസിബിൾ. നോയിങ്ലിയിൽ നോയിങ് ആണ് സ്റ്റെം, LY ആണ് എഫിക്സ്. ഓക്കെ, അടുത്തത് അപ്പോൾ ബാക്കി കിട്ടിയത് എന്താ? നോയിങ്ലീനെ ഡിവൈഡ് ചെയ്തപ്പോൾ നോയിങ് എന്നുള്ള വാക്ക് കിട്ടി. ഇനി അഗെയിൻ നോയിങ്ങിനെ നമുക്ക് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോ സ്റ്റെമ്മും ഇങ് എഫിക്സും. അടുത്തത് നോ എന്ന് പറയുന്ന വാക്ക്. നോ എന്ന് പറയുന്ന വാക്കിനെ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്സ് മീനിങ്? നോ, യു കനോട്ട്. സോ നോ എന്ന് പറയുന്ന ലാസ്റ്റ് നമുക്ക് സ്റ്റെം കിട്ടി. ഇത് സ്റ്റെമ്മും റൂട്ടും ഒന്നാണ്. ഓക്കെ, അപ്പോൾ അൺനോയിങ്ലിയിൽ എഫിക്സും നോയിങ്ലി സ്റ്റെമ്മുമാണ്, റൂട്ടല്ല. ഓക്കെ, നോയിങ്ലിയിൽ നോയിങ്ങും LY, നോയിങ് സ്റ്റെമ്മാണ്, LY എഫിക്സ് ആണ്, നോയിങ് റൂട്ടല്ല. നോയിങ്ങിൽ നോ സ്റ്റെമ്മാണ്, ING എഫിക്സ് ആണ്. പക്ഷേ ഈ നോ എന്ന് പറയുന്ന വാക്ക് അഗെയിൻ ഏറ്റവും അടിയിലോട്ട് ന്യൂക്ലിയസിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് ബോത്ത് ദ സ്റ്റെം ആൻഡ് ദി റൂട്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റെം ആൻഡ് ദ റൂട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പിക്ചർ ഞാൻ പറഞ്ഞത്. ഇമാജിൻ ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. റൂട്ടും സ്റ്റെമ്മും അടിയിൽ ഗ്രൗണ്ടിനകത്തും സ്റ്റെമ്മുണ്ട്, സോയിലിനകത്തും സ്റ്റെമ്മുണ്ട്, ചെറിയ സ്റ്റെമ്മുണ്ട്. അതിൽ നിന്നും അടിയിലെത്തുമ്പോഴാണ് റൂട്ട് എത്തുന്നത്. പക്ഷെ മുകളിലേക്കും സ്റ്റെം കാണാം. ഇറ്റ് ഈസ് ദ സ്റ്റെം ഓൺ ടോപ്പ് ഓഫ് ദ സോയിൽ വിത്ത് ദി ബ്രാഞ്ചസ് ഈസ് വിസിബിൾ.
ഓക്കെ, അതിനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പിഴുതെടുക്കുമ്പോഴത്തേക്ക്, റൂട്ടോടെ പിഴുതെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടിയിലുള്ള സ്റ്റെമ്മും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്താണ്? റൂട്ടും. ആൻഡ് വേർ ദ സ്റ്റെം ബിഗിൻസ്, ആ ബിഗിൻ ചെയ്യുന്ന സ്റ്റെം തുടങ്ങുന്ന പാർട്ടും റൂട്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് വ്യത്യാസം മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അനദർ വൺ, ചുമ്മാ ഒന്ന് ചെയ്തു നോക്ക്. ഡീഹ്യൂമനൈസിൻ്റെ പിക്ചറും കൂടെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക. ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വരച്ച് നോക്കുക. ഡയഗ്രാം വരയ്ക്കുന്ന കുട്ടികൾക്ക് മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ഡീഹ്യൂമനൈസിൽ അഗെയിൻ ഡി എന്ന് പറയുന്നത് അഫിക്സും ഹ്യൂമനൈസ് എന്ന് പറയുന്നത് സ്റ്റെമ്മും. അഗെയിൻ ഹ്യൂമനൈസ് എന്ന് പറയുന്ന വാക്ക് അഗെയിൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ. ഹ്യൂമൻ എന്ന് അഫിക്സ് ഐസ് എന്നും. അപ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്ന വാക്ക് ഇനി ഫർദർ ഡിവിസിബിൾ അല്ല. അപ്പോൾ അത് റൂട്ടുമാണ് സ്റ്റെമ്മുമാണ്. ഓക്കെ, അതേപോലെ 2-3 ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു എക്സാമ്പിൾ മാത്രം കൊടുക്കണമെന്നൊന്നുമില്ല. യു ക്യാൻ ഗിവ് പ്ലെൻറ്റി ഓഫ് എക്സാമ്പിൾസ്. ഓക്കെ, ബട്ട് ഓൺലി തിങ് ഈസ് ബി കെയർഫുൾ വെൻ യു ഗിവ് ദി എക്സാമ്പിൾ. എക്സാമ്പിൾ കൊടുക്കുമ്പോൾ തെറ്റരുത്. അത് നേരത്തെ തന്നെ എഴുതി പഠിച്ച് കറക്റ്റാക്കി വെക്കുക. അത് കഴിയുന്നതും നമ്മൾ ടെക്സ്റ്റിനകത്തുള്ള എക്സാമ്പിൾസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സുഖമാണ്, തെറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ ഈ സെയിം അൺനോയിങ്ലി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കിട്ടി. അതേപോലെ തന്നെ വേറെ ഡെലിബറേറ്റ്ലി, അൺകൈൻഡ്നെസ്, ഡീഹ്യൂമനൈസ്, കംഫർട്ടബിൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റെമ്മും റൂട്ടുമായിട്ട് കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൽ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാമ്പിൾസ് മാത്രമേ അവർ നോക്കത്തുള്ളൂ ചിലപ്പോൾ. അപ്പോൾ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അതുകൊണ്ട് തെറ്റാതെ കഴിയുന്നതും പഠിച്ചത് തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. അൺഹാപ്പി അഗെയിൻ, അങ്ങനെയൊക്കെ കുറേ വാക്കുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ the examiner will have a feeling that okay, the child has understood the concept. Okay, അത് കറക്റ്റ് ശരിയാണ്. ബിക്കോസ് എക്സാമ്പിൾ ചെയ്യണമെങ്കിൽ യു ഹാവ് അണ്ടർസ്റ്റുഡ്. വിത്ത് ദ എക്സാമ്പിൾ ഓൺലി യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. തിയറിയിൽ മാത്രം പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ എക്സാമ്പിൾസിലൂടെയാണ് പഠിക്കുന്നത്. ഓക്കെ, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. നന്നായി പഠിക്കുക. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഹിയർ. Will start affixes, classification of affixes in the next classes. Okay, so thank you and keep safe.